നമ്മൾ ഇസ്മു ഇഷാരകൾ പഠിച്ചതാണ്. ഇസ്മു ഇഷാരകൾ ഏതൊക്കെ ഇസ്മു ഇഷാരകൾ? പിന്നെ ഹാദ, ഹാദിഹി, ദാലിക, തിൽക, ഇതൊക്കെ നമ്മൾ പഠിച്ച ഇസ്മു ഇഷാരകളാണ്, ചൂണ്ടുന്ന ഇസ്മുകൾ. ഹാദ പുല്ലിംഗം, ഹാദിഹി സ്ത്രീലിംഗം, ദാലിക പുല്ലിംഗം, തിൽക സ്ത്രീലിംഗം. ആ സ്ത്രീലിംഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇസ്മു ഇഷാരകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഹാദ കിതാബുൻ പഠിച്ചതാണ്. ഇതൊരു പുസ്തകമാണ്. ഹാദ മുബ്തദഉൻ മർഫൂൻ, കിതാബുൻ ഖബറുൻ മർഫൂൻ. ഹാദൻ്റെ സ്ത്രീലിംഗം ഹാദിഹി. അപ്പോൾ ബിന്തുൻ വരുമ്പോൾ സ്ത്രീലിംഗം, അപ്പോൾ ഹാദിഹി ബിന്തുൻ. അപ്പോൾ ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, ബിന്തുൻ ഖബറുൻ മർഫൂൻ. ഇതൊക്കെ ജുംല ഇസ്മിയാണ്, കാരണം ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ്. ഇസ്മു ഇഷാരകളൊക്കെ ഇസ്മുകളാണ്. ആ ഇസ്മുകൾ കൊണ്ട് തുടങ്ങുന്ന ജുംലക്ക് ജുംല ഇസ്മിയ എന്ന് പറയും. അതേപോലെ ദാലിക നജ്മുൻ, അതൊരു നക്ഷത്രമാണ്. അപ്പോൾ ഹാദ ഹാദിഹി അടുത്തേക്ക് ചൂണ്ടുന്ന ഇസ്മുകൾ. ദാലിക ദൂര, അപ്പോൾ ആ നക്ഷത്രം അതൊരു നക്ഷത്രമാണ്, അതൊരു നക്ഷത്രമാണ്. തിൽക സയ്യാറത്തുൻ, അതൊരു കാറാണ്, അതൊരു കാറാണ്, അല്ലെങ്കിൽ ഒരു വാഹനമാണ്. അപ്പോൾ ഹാദ ഹാദിഹി പുല്ലിംഗത്തിന് വേണ്ടിയും ദാലിക തിൽക സ്ത്രീലിംഗത്തിന് വേണ്ടിയും. അപ്പോൾ ദാലിക മുബ്തദഉൻ മർഫൂൻ, നജ്മുൻ ഖബറുൻ മർഫൂൻ, തിൽക മുബ്തദഉൻ മർഫൂൻ, സയ്യാറത്തുൻ ഖബറുൻ മർഫൂൻ. അപ്പോൾ ഈ രീതിയിലുള്ള ജുംല ഇസ്മിയകൾ നമ്മൾ പഠിച്ചതാണ്. പിന്നെ അതിൽ മുബ്തദയും ഉണ്ടാവും ഖബറും ഉണ്ടാവും. ഒറ്റ വാക്കിൽ വരുന്ന ഖബറുകൾ. ആദ്യത്തെ ടൈപ്പ് ഖബർ. ബാറക്കല്ലാഹു ഫീക്കും.